സംബന്ധിച്ച് ഹർത്താലിനെ കുറിച്ചിട്ടാണെങ്കിലും അന്ന് ഏറ്റവും കൂടുതൽ ഷാജൻ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വലിയ തോതിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഏൽക്കേണ്ടി വന്ന ഭീഷണികളുണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മുടെയൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടോ? ഒരു വലിയ ചാനലിന്റെ പിൻബലമുണ്ട്, ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പിന്തുണ, മതസംഘടനയുടെ പിന്തുണയൊക്കെ ഉള്ള ആളുകൾക്ക് പോലും സത്യം തുറന്ന് പറയുമ്പോൾ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നെങ്കിൽ ഞാനൊക്കെ ഇവരെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. നോക്കിക്കോ എതിർത്ത മറുനാടന്റെ അവസ്ഥ. സാമൂഹ്യ സംഘടനകളും ഒക്കെ ഉണ്ട്. അത്തരം രാഷ്ട്രീയ പാർട്ടികളോടോ സാമൂഹ്യ സംഘടനകളോടോ യാതൊരു വിധത്തിലുള്ള ബന്ധവും പുലർത്താത്ത ഒരു മാധ്യമമാണ് മറുനാടൻ. പലരും ഞങ്ങളെ സന്ദർശിക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ ഞങ്ങൾ അത് ഗൗരവമായി എടുക്കാറില്ല, പ്രോത്സാഹിപ്പിക്കാറില്ല. പ്രധാനപ്പെട്ട നേതാക്കളാണെങ്കിൽ കൂടി ഞങ്ങൾ വളരെ അടുപ്പത്തിന് പോകാറില്ല. കാരണം ഞങ്ങളുടെ നിഷ്പക്ഷതയെ ബാധിക്കാതിരിക്കാൻ. പൊതുവെ മാധ്യമ പ്രവർത്തകർക്ക് നേതാക്കന്മാരെല്ലാവരുമായി ബന്ധമുണ്ട്, പക്ഷെ ഞങ്ങളുടെ ലേഖകന്മാർക്കോ എനിക്കോ വ്യക്തിപരമായി രാഷ്ട്രീയക്കാരോട് ബന്ധമില്ല. ചിലരെയൊക്കെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിളിക്കാറുണ്ട് എന്നത് വാസ്തവമാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു ബന്ധവും ഞങ്ങൾക്ക് ആരോടുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയോടുമില്ല. വ്യക്തിബന്ധം ആരോടും സൂക്ഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് പലപ്പോഴും മുഖം നോക്കാതെ തന്നെ വാർത്ത എഴുതാൻ കഴിയുന്നത്. എന്നാൽ ചില വ്യക്തികൾ, ചില സംഘടനകൾ ബോധപൂർവം ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കും. അത് ഞങ്ങളോടൊന്നല്ല, അവരുടെ ലക്ഷ്യ സാധ്യത്തിന് വേണ്ടി ആരോടും അവർ ബോധപൂർവം ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കും. അവർക്കെതിരെ ആര് സംസാരിച്ചാലും ശരി, ശക്തമായി ആര് പ്രതികരിച്ചാലും ശരി, അവരെ പണം കൊടുത്തു വിലക്കെടുക്കാൻ, ഭീഷണിപ്പെടുത്തി അടക്കി നിർത്താൻ എല്ലാ ശ്രമങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് നമുക്കത് തന്നെ പ്രതീക്ഷിക്കാം. വാസ്തവത്തിൽ പല ഇസ്ലാമിസ്റ്റ് സംഘടനകളും അങ്ങനെയാണ്. അവർക്ക് ഈഗോ എന്ന് പറയുന്നതില്ല. ഈഗോ ഒക്കെ മറ്റു നേതാക്കന്മാർക്ക്, ഒരു കോൺഗ്രസിന്റെയോ CPM-ന്റെയോ BJP-യുടെ ഒക്കെ നേതാക്കൾക്ക് വലിയ ഈഗോയാണ്. ഞാൻ മഹാനാണ്, ഞാൻ വലിയവനാണ്, വേണമെങ്കിൽ എന്റെ അടുത്തേക്ക് വരട്ടെ എന്ന ഭാവമാണ്. എന്നാൽ ഇസ്ലാമിക രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് അങ്ങനെയില്ല. ലീഗിനൊക്കെ കാണും. ഇപ്പോ അതെ, ശരിയാണ് ജസ്റ്റിൻ പറഞ്ഞത്. ഇവരുടെ തെറ്റുകൾ മറച്ചു വെക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയാണ് സുഡിയോ ബഹിഷ്കരണം, ടാറ്റ ബഹിഷ്കരണം. എത്ര ഇസ്ലാമിക സംഘടനകൾ, എത്ര മത പൗരോഹിത്യ നേതാക്കൾ, പുരോഹിതന്മാർ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. ടാറ്റ ഇന്ത്യ മഹാരാജ്യത്തിന് ചെയ്യുന്ന പ്രതിരോധ സംവിധാനങ്ങളിലെ സേവനങ്ങളടക്കം, നികുതി കൊടുക്കുന്ന കോടികളടക്കം, ഏതേത് പ്രതിസന്ധി ഘട്ടത്തിലും തന്റെ സമ്പത്ത് മുഴുവനും ഈ രാജ്യത്തിന് കൊടുക്കാൻ സന്നദ്ധമാണ് എന്നറിയിക്കുന്ന രാജ്യസ്നേഹിയായിട്ടുള്ള രത്തൻ ടാറ്റയെ, അദ്ദേഹത്തിന്റെ കമ്പനിയെ ബഹിഷ്കരിക്കാൻ ശ്രമിച്ചതിനെതിരെ ആരെങ്കിലും തൊള്ള തുറന്നൊരക്ഷരം മിണ്ടി നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഇവർക്ക് എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. പറഞ്ഞു വരുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചാണ്. പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ടാക്കിയതും സ്ഥാപിച്ചതും ഒക്കെ അവരുടെ ഈഗോ മാറ്റിവെച്ചാണ്. പോപ്പുലർ ഫ്രണ്ടിനെതിരെയും SDP-ക്കെതിരെയും ഏറ്റവും ശക്തമായ നിലപാട് ആദ്യം മുതലെടുക്കുന്ന മാധ്യമമാണ് മറുനാടൻ. എല്ലാവർക്കും അറിയാം. പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ഞാൻ എത്രയോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിനോടോ SDP-യോടോ ഇല്ല. അതേസമയം അവരുടെ വാർത്തകൾ ഞങ്ങൾ നിഷേധിക്കാറില്ല. വാർത്തയുടെ അവകാശം അവർക്കുണ്ട്. അവരൊരു സംഘടനയാണ്, നിരോധിക്കപ്പെടാത്തത്തോളം കാലം അവരുടെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് അവരുടെ വാർത്തകൾ നിങ്ങൾ കൊടുക്കാറുണ്ട്. ഇനി ഒരു കാര്യം പ്രേക്ഷകർ അറിയുക, ഏറ്റവും കൂടുതൽ മറുനാടനിൽ സന്ദർശിച്ചിട്ടുള്ള നേതാക്കൾ പോപ്പുലർ ഫ്രണ്ടുകാരാണ്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവരുടെയൊക്കെ ചിത്രമെടുത്ത് പരിശോധിക്കുകയായിരുന്നു. അവരുടെ ഉസ്മാൻ ആണെങ്കിലും ശരി, ഒളിവിലുള്ള റൌഫ് ആണെങ്കിലും ശരി, ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിലും ശരി, ഈ പറയുന്ന അറസ്റ്റിലായിരിക്കുന്ന പല നേതാക്കന്മാരും ഞങ്ങളുടെ ഓഫീസിലെത്തിയിട്ടുണ്ട്. അത് അവരെത്തുകയാണ്, അവരുടെ രീതിയാണ്. സുപ്രഭാതത്തിൽ എത്തുന്നു, സംസാരിക്കുന്നു, പോകുന്നു. അതാണ് അവരുടെ രീതി. എത്രമാത്രം നമ്മൾ എതിർത്താലും അവർ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ ആദ്യം ഇവിടെ എത്തിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എന്തിനാണ്? കൊട്ടേഷൻ ആണോ എന്ന് ഞാൻ കരുതി. പക്ഷേ ചിരിച്ചുകൊണ്ടാണ് വന്നത്. ഞാൻ അവർക്കെതിരെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തേയില്ല. അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു, അവരുടെ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് സിദ്ദിഖ് കാപ്പൻ വിഷയത്തിൽ അവരെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ സഹായിച്ചത് വേറെ കാര്യം. എന്നിട്ടും അവർ ആ നിതാന്തമായി അവരുടെ പരിശ്രമം തുടർന്നുകൊണ്ട്, ഞാനതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രത്യേകതയെ കാണുന്നത്. അവർ ഒരിക്കലും പിണങ്ങാൻ പോകാതെ. നമ്മൾ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് കേൾക്കുന്നത് ബോംബ് പൊട്ടിക്കുന്നവരെ, കത്തിക്കുത്തുന്നവരെ, അങ്ങനെയുണ്ട് അവർക്ക് മുഖം. എന്നെ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് നിൽക്കുന്ന പ്രവർത്തകരാണ്. പക്ഷെ നേതാക്കൾ അങ്ങനെയായിരുന്നില്ല. നേതാക്കൾ പലപ്പോഴും ഓഫീസിലെത്തിയിട്ടുണ്ട്. ഞാൻ എന്നിട്ടും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ വിമർശനം തുടർന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്റെ വിമർശനങ്ങളെ കുറിച്ച് അവർ ചർച്ച നടത്തിയിട്ടേ ഇല്ല എന്നതാണ്. അവർ അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വരുന്നു, അവരുടെ പ്രസ് റിലീസുകൾ തരാൻ വരുന്നു, അവർക്ക് നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞു. ഒരിക്കൽ പോലും ഇതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെയും ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടി. നമ്മൾ ഒരിക്കലും ഇസ്ലാമിക സംഘടനാ നേതാക്കൾ എല്ലാവരും സ്വയം പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഇരുമ്പ് നിക്കറും ഇട്ട് ബോംബുമായിട്ട് നടക്കുന്നവരാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവർക്കു വേണ്ടി ഇവർ പറയുന്നത് കേട്ട് ചില അണികളുണ്ട് രംഗത്തിറങ്ങുന്നവർ. അവരെയാണ് നമ്മൾ ശക്തമായി എതിർക്കുന്നത്. ഞാനിത് പറയാൻ കാരണം
ഈ ഇസ്ലാമിക രാഷ്ട്രീയം ഇങ്ങനെയാണ് പടർന്നു പിടിക്കുന്നത് എന്ന് തെളിയിക്കാനാണ്. അവർ പല വിധത്തിലാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അവരുടെ സംഘടന SDP നോക്കുക. SDP മതമുണ്ട്, മുസ്ലിം ലീഗിൽ പോലും മതമുണ്ട്, INL മതമുണ്ട്. പക്ഷേ SDP മതമുണ്ടോ? സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് SDP എന്ന് പറഞ്ഞാൽ. സോഷ്യൽ ഡെമോക്രസിയിലാണ് അവർ വിശ്വസിക്കുന്നത്. അതായത് സോഷ്യലിസവും ഡെമോക്രസിയും ചേരുന്ന ആശയമാണ്. ഈ SDP-യുടെ നേതാക്കന്മാരെ പരിശോധിക്കുക. അവരുടെ സംസ്ഥാന നേതാക്കളിൽ, ദേശീയ നേതാക്കളിലൊക്കെ നല്ലൊരു പങ്ക് ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒക്കെയാണ്. കേരള കോൺഗ്രസിന്റെ എറണാകുളം ജില്ലയിലെ പ്രമുഖനായ ഒരു നേതാവ് അദ്ദേഹമാണ് SDP-യുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രമുഖരായ നേതാക്കളിലൊരാൾ. അങ്ങനെ അവർ തന്ത്രപൂർവ്വം മറ്റു മതങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു. അവർ എല്ലാ സംഘടനകളിലേക്കും ഇവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മതേതര മുഖച്ഛായ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആ മുസ്ലിങ്ങളെയൊക്കെ ഇവരുടെ സംഘടനയുടെ നേതാക്കളായിട്ട് കൊണ്ടുവരും. SDP-ക്കാർ ഇതേ തന്ത്രമാണ് എടുത്തിരിക്കുന്നത്. എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുമുള്ള, പ്രത്യേകിച്ച് ദളിത് വിഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകളെ ഇവരുടെ സംഘടനയുടെ ഓഫീസ് സ്റ്റാഫ് ആക്കിയിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? ഞങ്ങൾ 916 മതേതരന്മാരാണ് എന്ന് മറ്റുള്ളവരോടൊന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു. പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു വശത്ത് ഇമാം കൗൺസിൽ എന്ന് പറയുന്നത് ഇമാമുമാരെ സ്വാധീനിച്ച പരമാവധി പള്ളി ഇമാമുമാരെ അവരോടൊപ്പം ചേർത്ത് നിൽക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. സമസ്തയുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം പലരും പോപ്പുലർ ഫ്രണ്ടിന് ഇമാം കൗൺസിലേക്ക് വന്നു, അതിപ്പോൾ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ മനുഷ്യാവകാശ സംഘടനകളുടെ ദേശീയ ഓർഗനൈസേഷൻ നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്ന മനുഷ്യാവകാശ സംഘടനകൾ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നു. കേരളയിൽ അടക്കം, അല്ലെങ്കിൽ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി. ഇവര് പല വിഷയങ്ങളിലും പലരെയും ചേർത്ത് നിർത്താൻ അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട്, സംശയമൊന്നുമില്ല. ഇപ്പോ പല വിഷയങ്ങളിലും ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോ ഇവർ പറയാറുണ്ട്, ഞങ്ങൾ 916 മതേതരന്മാരാണ്, ഞങ്ങൾ അവർക്കെതിരെ എന്ത് ചെയ്തു, ഇവർക്കെതിരെ എന്ത് ചെയ്തു, മറ്റവർക്കെതിരെ. പക്ഷേ ഇവർ നമ്മുടെ ജോസഫ് മാഷിന്റെ കൈയും കാലും എടുത്തതിനെ കുറിച്ചിട്ടൊന്നും സംസാരിക്കാറില്ല. ഇപ്പോ മതേതരന്റെ ഓഫീസിൽ വന്നിട്ട് ഇവരുടെ ശരിയായ സ്വഭാവങ്ങൾ ഇവർക്ക് കാണിക്കാൻ പറ്റുമോ? പറഞ്ഞുകൊണ്ട് ഒരു ചങ്ങാതി പാടി നടക്കുന്ന അതിനകത്ത് ഉള്ള ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു പാട്ടായത്, കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയല്ല. ഇവനെയൊക്കെ ഇപ്പൊ അവരെടുത്തിരിക്കുവാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ അല്ല എടുത്തത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അരിയും മലരും ഒക്കെ കാത്തു വയ്ക്കണം, വാങ്ങിച്ച് സൂക്ഷിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ? അതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കാരണം ഇപ്പം ഇവർ തീഹാർ ജയിലിൽ പോയി അരിയും മലരും കുന്തിരിക്കവും ഒക്കെ കാത്തുവെച്ച് എല്ലാ അമുസ്ലിങ്ങളെയും ഇല്ലാതാക്കാനുള്ള കാലന്മാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവർ ചാലഞ്ച് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഇവരുടെ അവസ്ഥകൾ എന്തായി? ഇവർക്കിത് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ? സാധ്യതയില്ല കേട്ടോ. ഇവര് 9 വയസ്സുള്ള കുട്ടിയെ വരെ മുൻനിർത്തി ഈ രാജ്യത്ത് മതേതരത്വം ആണോ വളർത്താൻ ശ്രമിച്ചത്, അതോ തീവ്രവാദമാണോ? ആ കുട്ടിയുടെ ശേഷിക്കുന്ന ഭാവി എന്താകും? 9 വയസ്സുള്ള ഒരു കുട്ടിയെ ഇത്ര വലിയ രൂപത്തിൽ മത തീവ്രവാദവും അന്യമത വിരുദ്ധതകളും പഠിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ മതേതര കാപട്യം, മതേതരത്വം എന്ന കപട നാടകം എല്ലാവർക്കും മനസ്സിലാകത്തില്ലേ? ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? മറുനാടനിൽ ചെന്നിട്ട് മറുനാടൻ എന്താണ് അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെ അടുത്ത വാർത്ത ഷാജൻ ചെയ്യും. അപ്പോൾ ഷാജനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് പോലും അവരുടെ രാഷ്ട്രീയ തന്ത്രമാണ്. ഇവര് മതേതരന്മാരാണ്. ഇവരുടെ എല്ലാ നേതാക്കളും ഭയങ്കര സഹിഷ്ണുതയോടുകൂടി പെരുമാറുന്നവരാണ്. മുൻപല്ലുകൊണ്ട് ചിരിച്ചിട്ടാണ് ഇവർ വരാറുള്ളത്. പക്ഷേ ഇവർ അണപ്പല്ലുകൊണ്ട് കടിച്ച് ഞെരിക്കുന്നുണ്ടെന്നും ഒരവസരത്തിന് വേണ്ടിയാണ് ഇവർ കാത്തിരിക്കുന്നതെന്നും ഇവർക്കറിയാമോ?